പ്രിയപ്പെട്ടവരെ, കൈലാസ പരിക്രമണത്തിൻ്റെ ഒരുക്കങ്ങളും ദർശനിലെ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണക്കുട്ടവർ. മാനസ സരോവറിലെ ഹോട്ടലുകളുടെ ദൃശ്യമാണിത്. പുറമേ നിന്ന് നോക്കിയാൽ നല്ല ഹോട്ടലുകളാണെന്ന് തോന്നുമെങ്കിലും ഇവിടുത്തെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യമായിരുന്നു. എങ്കിലും ഇവയൊന്നും ഞങ്ങളുടെ ആവേശത്തെ കുറച്ചില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ടൂർ മാനേജർ ഞങ്ങളുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓക്സിജൻ്റെ അളവ് 80-ൽ കുറവാണെങ്കിൽ പരിക്രമണത്തിന് അനുവദിക്കുകയില്ല. പരിക്രമണത്തിന് തയ്യാറാണെങ്കിൽ കുതിരയെയും പോർട്ടറെയും വേണമോ എന്നുള്ള കാര്യം മാനസ സരോവറിൽ വെച്ച് തന്നെ അറിയിക്കുകയും അതിനുള്ള തുക നമ്മുടെ ടൂർ മാനേജറെ ഏൽപ്പിക്കേണ്ടതുമാണ്. എന്തെങ്കിലും കാരണവശാൽ പിന്നീട് പരിക്രമണം നടക്കാതെ വന്നാൽ ഈ തുക തിരിച്ചു കിട്ടുന്നതല്ല. കുതിരക്കും പോർട്ടർക്കുമായി ഏകദേശം 60,000 ഇന്ത്യൻ രൂപ വേണ്ടിവരും. കാൽനടയായി പരിക്രമണം നടത്തുന്നവരിൽ ചിലർ തങ്ങളുടെ ബാഗുകൾ ചുമക്കാൻ പോർട്ടർമാരെ ഏർപ്പാട് ചെയ്യാറുണ്ട്. ഏകദേശം 15,000 രൂപയോളം ഇതിന് ചെലവ് വരും. രാവിലെ 10 മണിക്ക് മാനസ സരോവറിലെ ഹോട്ടലിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ദർശനിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ദർശനിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്. കൈലാസ പരിക്രമണത്തിൻ്റെ ബേസ് ക്യാമ്പാണ് ദർശൻ. ഇവിടെ വെച്ചാണ് കൈലാസ പരിക്രമണം തുടങ്ങുന്നത്. നല്ല സൗകര്യങ്ങളുള്ള ഒട്ടേറെ ഹോട്ടലുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമുള്ള ചെറിയൊരു ടൗണാണ് ദർശൻ. പരിക്രമണത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും മിതമായ വിലയ്ക്ക് ഇവിടെ കിട്ടും. പരിക്രമണത്തിന് പോകുന്നവർ ഓക്സിജൻ സിലിണ്ടർ നിർബന്ധമായും കരുതണമെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. ഹെഡ്ലൈറ്റ്, വാക്കിംഗ് സ്റ്റിക്ക്, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയവയ്ക്ക് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്. ഞങ്ങൾ ചെന്ന ദിവസം ദർശനിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എങ്കിലും വൈകുന്നേരത്തോടെ തന്നെ തണുപ്പിൻ്റെ കാഠിന്യം കൂടാൻ തുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം 9 മണിയാകും. ദർശൻ്റെ സമീപമുള്ള മലകളുടെ കാഴ്ചയാണിത്. ദർശനിൽ വെച്ച് പല സമയങ്ങളിലെടുത്ത കൈലാസത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളാണിത്. കൈലാസത്തിൻ്റെ ദക്ഷിണ ഭാഗമാണ് മാനസ സരോവറിലും ദർശനിൽ വെച്ച് നമ്മൾ കാണുന്നത്. സന്ധ്യാസമയത്ത് കൈലാസത്തിനരികത്തെ ആകാശം സുവർണപ്രഭ ചൊരിഞ്ഞു നിന്നു. അത് ആസ്വദിച്ചുകൊണ്ട് പിറ്റേ ദിവസം പരിക്രമണം തുടങ്ങാനുള്ള വെമ്പലുമായി ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. കൈലാസ പരിക്രമണത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ മുതൽ കാണാം.